ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കല്യാണം കൂടി വന്നാലോ? അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ മുതലാളിയുടെ പേരക്കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ റിച്ചിട്ട് മുന്നിലാട്ടോ നിൽക്കുന്നതും ബാക്കിൽ വരുന്നില്ല എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് പ്ലേസ് എവിടെ നിൽക്കാറിയില്ല. ഊട്ടി റോഡ് കൂടെ പോയിട്ട് ഒരു ഓഡിറ്റോറിയമാണ് കേട്ടോ. വലിയ ഓഡിറ്റോറിയമാണ്, അത്യാവശ്യം വലിപ്പമുണ്ട്. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെരിന്തൽമണ്ണ ടൗൺ എത്തിയപ്പോഴേക്കും നല്ല കട്ട ബ്ലോക്കാണ് കേട്ടോ. ബ്ലോക്ക് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും സിഗ്നൽ മാറി കേട്ടോ. അപ്പോൾ നമുക്ക് ആ മുട്ടം വെയിലത്ത് നിൽക്കേണ്ടി വന്നിട്ടോ. കാരണം ഞങ്ങൾ ഒരു 12:30-1 മണി ടൈമിലാട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. നല്ല മുട്ടം വെയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഓഡിറ്റോറിയമാണ് കേട്ടോ. പേര് എനിക്ക് പറയാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാട്ടോ പേര് പറയാത്തത് ഓഡിറ്റോറിയത്തിൻ്റെ. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൈനാപ്പിളാണ് ചൂസ് ചെയ്തത്. നല്ല ഇഷ്ടമാട്ടോ പൈനാപ്പിൾ ജ്യൂസ്. അത് കഴിഞ്ഞ് ചെക്കനെയും പെണ്ണിൻ്റെയും വീഡിയോ എടുത്തു. അപ്പോൾ ഈ പെണ്ണ് എന്തിനാ ഈ മുഖം മറിച്ച് നിൽക്കണമെന്ന് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എനിക്ക് അറിയില്ല കേട്ടോ, എന്തായിട്ടും കണ്ടിട്ടില്ല ഇങ്ങനെ മുഖം മറിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് പൊറോട്ടയും വെള്ളപ്പം ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതാട്ടോ ഞാൻ വാങ്ങിയത്. താട്ടനും റിച്ചുട്ടനും ബിരിയാണിയാണ് കേട്ടോ. ഒന്നാമത് ബീഫ് ബിരിയാണി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വേണ്ട വെച്ചിട്ട് അത്രയ്ക്ക് താല്പര്യമില്ല കേട്ടോ അതിനോട്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടുത്തെ വിളമ്പണത് ഇങ്ങനെയാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ നടുവിൽ വെച്ചിട്ട് 4 പുറം കസേര ഇട്ടിട്ട് നമുക്ക് എന്താ ആവശ്യമുള്ളത് അവരോട് ചോദിച്ചാൽ അവർ എടുത്തു തരും കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചാൽ കഴുകി ഇറങ്ങിയപ്പം പുറത്ത് ഐസ്ക്രീമും കുറേ വേറെ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ റിച്ചിട്ടിന് ഐസ്ക്രീം മാത്രമായിട്ട് വാങ്ങിയത്. അതിനുശേഷം താട്ട ഐസ്ക്രീമും ക്യാരറ്റ് അലുവയും പിന്നെ ഒരു ബോൾ പോലത്തെ ഉള്ളൊക്കെ വെച്ചിട്ട് ഒരു മധുരമുള്ള ടേസ്റ്റും ഉള്ള സാധനം കൊടുന്നു കേട്ടോ. ക്യാരറ്റ് അലുവ കഴിച്ചപ്പോൾ എക്സ്പ്രഷൻ കാരണം ഒരു ടേസ്റ്റ് എനിക്ക് പറ്റിയില്ല കേട്ടോ, ഒരു സുഖം കിട്ടിയില്ല, ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ. അതിനുശേഷമാണ് പിന്നെ കുഞ്ഞു ജിലേബികൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് നല്ല രസമുണ്ട്. റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി കൊണ്ടുവരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കണ്ട് നിന്ന് പോകും കേട്ടോ. ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും കുറച്ചെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചാണ് എടുത്തു. ജിലേബിയുടെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ താരനോട് പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കാനും. റിച്ചിട്ടിന് എടുക്കുകയാണ്. റിച്ചിട്ട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ വീഡിയോയിൽ നിൽക്കാനും, എൻ്റെ മുഖം കണ്ടറിയാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം കേട്ടോ മുൻഭാഗം കയറി പോണ ഇതപ്പോൾ വെൽക്കം ഡ്രിങ്കിൻ്റെ ഭാഗമാണ് കേട്ടോ. അതൊന്നും ആദ്യം എടുത്തിരുന്നില്ല കേട്ടോ, അതിന് ശേഷമായിട്ട് എടുത്തത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. റിച്ചിട്ടിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ചെറിയൊരു മിനി ബ്ലോഗാണ്, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണാം.